ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഹോപ്പ് ഓൾ ആർ യു ഡൂയിങ് ഗ്രേറ്റ്. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് സപ്പോർട്ട് കോച്ചിങ് സെഷൻ്റെ 4th വീക്കിലാണ് നമ്മളുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളൊരു ട്രഷറിനെ കുറിച്ചിട്ടാണ്, അതായത് ടൈം. നമുക്കറിയാം, പണം നഷ്ടപ്പെട്ടാലും നമുക്കത് വീണ്ടും സമ്പാദിച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലേ? അതുപോലെ ഒരു വസ്തു നഷ്ടപ്പെട്ടാൽ അത് വീണ്ടും നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കഴിയും. പക്ഷേ നമുക്ക് സമയം നഷ്ടപ്പെട്ടാൽ ആ ഒരു സമയം നഷ്ടപ്പെട്ട ടൈം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതുകൊണ്ടാണ് സമയം നമ്മുടെ ഏറ്റവും വലിയ ട്രഷറായിട്ട് കണക്കാക്കപ്പെടുന്നത്. എല്ലാവർക്കും 24 ഹവേഴ്സ് തന്നെയാണ്, അല്ലേ? അതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകത്തിലെ എല്ലാ ആളുകൾക്കും ഒരു ദിവസം 24 ഹവേഴ്സ് ആണ് ലഭിക്കുന്നത്. ഒരു ഡോക്ടർക്ക് 24 ഹവേഴ്സ് ആണ്, ഒരു ടീച്ചർക്ക് 24 ഹവേഴ്സ് ആണ്, ഏത് സക്സസ് ആയിട്ടുള്ള ഏതൊരാൾക്കും 24 ഹവേഴ്സ് ആണ്. അതുപോലെ തന്നെ ഈ നമുക്കും 24 ഹവേഴ്സ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ചിലർ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? കാരണം അവർ ടൈമിനെ ശരിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? നമ്മുടെ സമയമൊക്കെ എവിടേക്കാ പോകുന്നത്? ഒരു ദിവസം അവസാനിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇന്ന് എനിക്ക് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ സത്യം എന്താണ്? സമയം പോയിട്ടില്ല, നമ്മൾ സമയം ഉപയോഗിച്ച രീതിയാണ് അവിടെ പ്രശ്നം. ചിലപ്പോൾ ഒരുപാട് മണിക്കൂറുകൾ നമ്മൾ മൊബൈലിലും വീഡിയോസിലും ഗെയിമിലും അനാവശ്യ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് നഷ്ടപ്പെടുത്താറുണ്ട്. സോ ടൈമിനെ ഒരു സുഹൃത്താക്കാൻ പറ്റിയ 4 മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് തിങ്, ഒരു ഡേ ചെയ്ത് തീർക്കാനുള്ള പദ്ധതി നിങ്ങൾ തയ്യാറാക്കുക. ഒരു പ്ലാൻ ഉണ്ടായിരിക്കുക, ഡെയിലി പ്ലാൻ ഉണ്ടായിരിക്കുക. അതായത് രാവിലെ എഴുന്നേറ്റ ശേഷം നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ചോദിക്കുക, ഇന്ന് ഞാൻ പൂർത്തിയാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തേത്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുക. എളുപ്പമുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുന്നതിന് പകരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഹോംവർക്ക് ഉണ്ടോ, അസൈൻമെൻറ്റ്സ് ഉണ്ടോ, പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ചെറിയ സമയങ്ങളായിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു 15 മിനിറ്റ്സ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 15 മിനിറ്റ്സിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും? ഒരു പേജ് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പേജ് വായിക്കുക. അങ്ങനെ ഒരു 10 മിനിറ്റാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് പഠിച്ചെടുത്ത് ടോപ്പിക്സ് റിവൈസ് ചെയ്യാനുണ്ടെങ്കിൽ അത് നോക്കുക. സോ ചെറിയ സമയങ്ങൾ ചേർന്നാണ് വലിയ റിസൾട്ട് ഉണ്ടാകുന്നത്. നാലാമത്തേത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നിങ്ങളുടെ സ്ക്രീൻ ടൈം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക. മൊബൈൽ എന്ന് പറയുന്നത് നല്ലൊരു ഉപകരണമാണ്, പക്ഷെ അത് നമ്മുടെ സമയം കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ അത് നമ്മുടെ ഒരു വില്ലനാണ്. സോ ഓരോ ദിവസവും സ്ക്രീൻ ടൈം കുറയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാം. ഒരു ചെറിയ കഥ പറയാം. 2 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഒരാൾ ദിവസം 30 മിനിറ്റ് അധികം പഠിച്ചിരുന്നു. മറ്റൊരാൾ നാളെ മുതൽ തുടങ്ങാം, ഒരു വർഷം കഴിഞ്ഞ സമയത്ത് ആ ഒരു ഫസ്റ്റിലെ സ്റ്റുഡൻറ്റ് ഏകദേശം 180 ഹവർ അധികം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ചെറിയ ഹാബിറ്റ്സിൻ്റെ പവർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് ഒരു ഫോർമുല കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. പ്ലാൻ, ആക്ട്, റിവ്യൂ. പ്ലാൻ, ഇന്ന് എന്ത് ചെയ്യണം. ആക്ട്, അക്കോർഡിംഗ് ടു യുവർ പ്ലാൻ നിങ്ങൾ അത് ചെയ്യുക. ഓക്കെ. ആൻഡ് റിവ്യൂ, അതായത് ഇന്ന് ഞാൻ എന്താണ് പഠിച്ചത്, എന്താണ് മെച്ചപ്പെടുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യുക, വിലയിരുത്തുക എന്നുള്ളതാണ്. സോ ഇന്നത്തെ നിങ്ങളുടെ കുഞ്ഞു ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങൾ സമയം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾ സമയം വെറുതെ പാഴാക്കി കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾ മാറ്റിയെടുക്കാൻ പോകുന്ന നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണം. സോ അങ്ങനെ മാറ്റിയെടുക്കാൻ പോകുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ നോട്ട് ചെയ്യുക. ഓക്കെ. ആൻഡ് മറക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത്, ദിവസവും നിങ്ങൾ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കണം. ആൻഡ് സ്ക്രീൻ ടൈം കാര്യങ്ങൾ കുറച്ചിരിക്കണം. ആൻഡ് നിങ്ങളുടെ പഠനത്തിനായി നിങ്ങളൊരു ഫിക്സ്ഡ് ടൈം നിങ്ങൾ നിശ്ചയിച്ചിരിക്കണം. ആൻഡ് ലാസ്റ്റ് ഒരു ദിവസത്തെ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു എൻഡിൽ നിങ്ങളുടെ ആ ഒരു ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യുക. ഓക്കെ. സോ ഡിയർ സ്റ്റുഡൻറ്റ്, സമയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശത്രുവല്ല, നമ്മുടെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ്. സോ സമയത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നവർക്ക് സമയം വിജയത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുമെന്നതാണ്. ഓക്കെ. സോ ഇന്ന് നിങ്ങൾ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് നാളത്തെ നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കുന്നത്. അതിനാൽ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്, ഓരോ ദിവസവും നമുക്ക് വാല്യുബിൾ ആണ്. സോ നിങ്ങളുടെ സമയം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഇത്രയുള്ള ഇന്നത്തെ സെഷന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.